ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം ഭൂമിശാസ്ത്ര വിവരങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. കേരളത്തിൻ്റെ അക്ഷാംശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ്. അപ്പം നമ്മൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? അക്ഷാംശം രേഖാംശമാണ് പറയുന്നത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം അത് ഇടയ്ക്ക് പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. പിന്നെ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ 1.18% എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ 1.18% എന്താണ്? കേരളത്തിൻ്റെ വിസ്തീർണമാണ്. വിസ്തൃതിയുടെ അളവാണ് 1.18%. കേരളത്തിൻ്റെ കടൽ തീരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 580 കിലോമീറ്ററാണ്. 590 ഒന്നും ചില PSC നടത്തിയ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ തെക്ക് വടക്ക് ദൂരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 560 കിലോമീറ്ററാണ്. കേരളം എന്ന് പറയുന്നത് വിസ്തീർണത്തിൽ 21ാം സ്ഥാനമാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ 21ാം സ്ഥാനമാണുള്ളത്. എന്നാൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എന്താണുള്ളത്? 13ാം സ്ഥാനമാണുള്ളത്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലും കിഴക്ക് ഭാഗം എന്താണ്? പശ്ചിമഘട്ടവുമാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചിട്ടാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വേണ്ട നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? മലനാടിനെ കുറിച്ചിട്ടാണ്. മലനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തിനെയാണ് നമ്മൾ മലനാടായിട്ട് പറയുന്നത്. അത് 48% വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 75 മീറ്ററിൻ്റെ മുകളിൽ ആണ് മുകളിലുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലനാടെന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ നദികളുടെയും ഉത്ഭവസ്ഥാനം ഏതാണെന്ന് അറിയോ? അതാണ് മലനാട്. നമ്മൾ ഈ പറഞ്ഞ 48%ഉള്ള കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള 75 മീറ്ററിന് മുകളിലുള്ള മലനാടിലാണ് എന്തുള്ളത്? കേരളത്തിലെ എല്ലാ നദികളുടെയും ഉത്ഭവസ്ഥാനം. മലനാട്ടിൽ മാത്രം ഇപ്പോൾ രണ്ട് ജില്ലകൾ മലനാട്ടിൽ മാത്രമാണ് 2 ജില്ലകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതേതൊക്കെയാണ്? ഇടുക്കിയും വയനാടും. ഈ മലനാട്ടിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു ജില്ലയാണ് ഇത്, ആലപ്പുഴ എന്ന് പറയുന്നത്. പിന്നെ ഈ മലനാടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ കൊടുമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എന്ത്? ആനമുടി. തെക്കേ ഇന്ത്യയിൽ പിന്നെ അതിന് വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പിന്നെ അടുത്തത് എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയത്. കേരളത്തിലെ ഏറ്റവും വലിയ എന്താണ്? കൊടുമുടിയാണ് ഏത്? ആനമുടി. അപ്പോൾ ആനമുടിയുടെ വിശേഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും വലുതാണ്, ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയതാണ്. അതിൻ്റെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. അത് അടിയിൽ പറയുമ്പോൾ 8842 അടിയാണുള്ളത്. 2695 മീറ്റർ 8842 അടി. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്, ആനമുടി സ്ഥിതി ചെയ്യുന്ന ഏത് പഞ്ചായത്തിലാണ്? മൂന്നാർ പഞ്ചായത്തിലാണ്. താലൂക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേവികുളം താലൂക്ക്, ഇടുക്കിയിലാണ്. അപ്പോൾ ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗമാണ് പളനിമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പളനിമല സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ തെക്ക് ഭാഗം എന്താണ്? ഏലമല. പിന്നെ വടക്ക് ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് നീലഗിരി. ഇനി സെക്കൻഡ് ഹയസ്റ്റ് കൊടുമുടിയാണ് ഏത്? മീശപ്പുലിമല എന്നറിയപ്പെടുന്നത്.
പശ്ചിമഘട്ടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2640 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മലനാട്ടിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്താണ് എന്തുള്ളത്, അഗസ്ത്യാർകൂടമുള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് 1868 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. 1868 മീറ്റർ, അതായത് 6128.6 അടി ആണ് ഇതുള്ളത്. ഇത് നെടുമങ്ങാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 2 വിശേഷണങ്ങളാണ് പറയാൻ പോകുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂർ. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്, കോതമംഗലമാണ്. പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി നെല്ലിയാമ്പതിയാണ്. പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. കേരളത്തിലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂന്നാറാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ആണ് ഇത്, മൂന്നാർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ദക്ഷിണേന്ത്യയിലെ വേനൽക്കാല വസതി എന്നറിയപ്പെടുന്നതും എന്താണ്, മൂന്നാർ തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ചുരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മലനാട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് എന്ത്, ചുരങ്ങൾ എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 16ആണ്. അതിലേറ്റവും വലുതാണ് പാലക്കാട് ചുരം. അതിന് 30 to 40 കിലോമീറ്റർ വീതിയാണുള്ളത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഭാരതപ്പുഴ എന്നറിയപ്പെടുന്നത്. ദേശീയപാത NH 544 എവിടെയുണ്ട്, അതാണ് പാലക്കാട് ചുരത്തിലാണ് ദേശീയപാത 544, NH 544. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിലെ ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത്, പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായിട്ടുള്ള പ്രദേശം. നമ്മൾ പറയാൻ പോകുന്നത് പീഠഭൂമിയാണ്. പ്രധാനപ്പെട്ട പീഠഭൂമികളെ കുറിച്ചിട്ട് മാത്രമാണ് ഇതിൽ പറയുന്നത്. വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീഠഭൂമി, പീരുമേട്, പെരിയാർ. ഇതിലേറ്റവും വലുത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട് പീഠഭൂമിയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇടനാടാണ്. ഇടനാടെന്ന് പറയുന്നത് 42%. കേരളത്തിലെ മലനാടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 48%. അതിൽ ഇടനാട് എത്രയാണ്, 42%. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവയെ നമ്മൾ എന്താണ് പറയുന്നത്, ഇടനാട് എന്നാണ് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ ഫസ്റ്റ് ജിയോളജിക്കൽ സ്മാരകം എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നുകളാണ്. സെക്കൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർക്കല ക്ലിഫ്. ഇന്ത്യയിലെ ഫസ്റ്റ് ജിയോ പാർക്ക് വർക്കല ക്ലിഫാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് തീരപ്രദേശം. 10% മാത്രമാണ് കേരളത്തിൽ തീരപ്രദേശം ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഹൈറ്റിൽ കാണപ്പെടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ പറയുന്നത്, തീരപ്രദേശം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുട്ടനാടിനെ കുറിച്ചിട്ടാണ്. കുട്ടനാടെന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഡച്ച്, അതുപോലെ കേരളത്തിൻ്റെ നെതർലാൻഡ്, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഹോളണ്ട്, കേരളത്തിൻ്റെ നെല്ലറ, പമ്പയുടെ ദാനം, ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നൊക്കെ വിശേഷണങ്ങൾ ഉള്ളത് ആർക്കാണ്, നമ്മൾ പറയുന്ന കുട്ടനാടിനാണ്. ഇനി നമ്മൾ കുട്ടനാടിലുള്ള ഒന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് ചോദിച്ചാൽ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഉള്ളത്. അതേതാണ്, വേമ്പനാട്ട് കായലിലാണ്. ഇനി അടുത്തതായിട്ടാണ് തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടനാടിനെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാൻ. തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ്. എന്നാൽ തണ്ണീർമുക്കം ബണ്ട് എന്താണ്, കുട്ടനാടിനെ ഉപ്പ് വെള്ളത്തിൽ നിന്ന്
സംരക്ഷിക്കാനാണ്. 1975 ഇത് സ്ഥാപിതമായത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കോൾ നിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണെന്ത്? കോൾ നിലങ്ങൾ. ഇനി അടുത്തതാണ് ദ്വീപുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് കുറുവ ദ്വീപ്. ജനസാന്ദ്രത കൂടുതലുള്ളതാണ് വൈപ്പിൻ ദ്വീപ്. ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിൽ. പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. അപ്പോൾ കേരളത്തിലെ ദ്വീപുകളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് കുറുവ ദ്വീപ്. ജനസാന്ദ്രത കൂടുതലുള്ള ദ്വീപാണ് വൈപ്പിൻ ദ്വീപ്. ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ്, അത് നെയ്യാർ ഡാമിലാണ്. പിന്നെ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. ഇനി കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ എന്താണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. കേരളത്തിലെ കാലാവസ്ഥകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യകാലം, വേനൽക്കാലം, ഇടവപ്പാതി അല്ലെങ്കിൽ എന്താ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, തുലാവർഷം, അതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇതിൻ്റെയൊക്കെ സമയം എത്രയാണെന്ന് ഏതൊക്കെ മാസങ്ങളാണെന്ന് ചോദിച്ചാൽ ശൈത്യകാലം എന്ന് പറയുന്നത് എന്താണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടമാണ് എന്ത്? ശൈത്യകാലം എന്നറിയപ്പെടുന്നത്. വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടമാണ് ഇത് വേനൽക്കാലം എന്നറിയപ്പെടുന്നത്. അടുത്തത് എന്താണ്? ഇടവപ്പാതി അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. അതേതാണ്? ജൂൺ. നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന ആ ഒരു സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. തുലാവർഷം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ മൺസൂണ്, അത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കേരളം. കേരളത്തിൻ്റെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്ററാണ്. കേരളത്തിൻ്റെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്ററാണ്. കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണെന്നറിയോ? ഇടവപ്പാതിയുടെ സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അത് 200 സെൻറ്റിമീറ്ററാണ്. കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രമാണ് തിരുവനന്തപുരം. മൺസൂണിന് മുൻപുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് എന്താണ്? മാംഗോ ഷവർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാംഗോ ഷവർ. തുലാവർഷം എന്ന് പറയുന്നത്, തുലാവർഷത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് എത്രയാണ്? 50 സെൻറ്റിമീറ്ററാണ്. കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ്. ഇടവപ്പാതിയിൽ 200 സെൻറ്റിമീറ്ററാണ്. എന്നാൽ തുലാവർഷത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്ററാണ്. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. അദ്ദേഹം AD 45 കേരളത്തിലെത്തുന്നത്. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. അദ്ദേഹം ചെങ്കടലിലൂടെ കേരളത്തിലേക്ക് എളുപ്പമാർഗം കണ്ടെത്തി. അദ്ദേഹമാണ് ഹിപ്പാലസ്. AD 45 ചെങ്കടലിലൂടെ കേരളത്തിലേക്ക് എളുപ്പമാർഗം കണ്ടെത്തി. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം, എറണാകുളം. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. കുറവ് ലഭിക്കുന്നതോ ചിന്നാറിലാണ്. കേരളത്തിൽ ചൂട് കൂടിയ സ്ഥലം എന്ന് വെച്ചാൽ പുനലൂരാണ്. മഴനിഴൽ പ്രദേശം ചിന്നാർ. കേരളത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി. ഏറ്റവും കുറവായിട്ട് മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ജനുവരി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കും ജൂണിലാണ്, അല്ല, ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഒരു എന്താണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് എന്താണ് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിലെ പണികൾക്കിടയിലൊക്കെ സമയത്തൊക്കെ ഇത് കേട്ടിരിക്കാം, കാണണമെന്നില്ല. അപ്പോൾ 1-2 തവണ കേട്ടാൽ ഒരു ചെറിയൊരു റിവിഷൻ എന്ന് മാത്രമായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.